ചാക്കോച്ചന് ഏറ്റവും അടുപ്പുള്ളൊരു വ്യക്തിയാരാ? ഒരുപാട് പേരുണ്ട്. എന്നാലും മനസ്സുകൊണ്ട് മനസ്സുകൊണ്ട് ഞാൻ വളരെ ഫ്രീ ആയിട്ടുള്ള ആൾക്കാർ. ഇപ്പോൾ ലാലുവായിട്ട് വളരെ ഫ്രീ ആണ്, കംഫർട്ടബിൾ ആണ്. VKP, പിന്നെ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് ഒരുപാട്. നടനാണ് ഞാൻ ഉദ്ദേശിച്ചത്. നടനോ? ബിജുവായിട്ട് നല്ല റിലേഷനാണ്. ജയസൂര്യ, കുറേ പേരുണ്ട്. നമ്മുടെ കൂടെ അഭിനയിക്കുമ്പോൾ എല്ലാവരും നമ്മുടെ സുഹൃത്തുക്കൾ തന്നെയാണ്. പിന്നെ അവർ പല പല സിനിമകളിലോട്ട് പോകുമ്പോൾ ആ സമയത്ത് ഡെയിലി എല്ലായ്പ്പോഴും എല്ലാവരും വിളിച്ച് അങ്ങനെ ഒരു സംഭവം ഇല്ലെന്നേ ഉള്ളൂ. പക്ഷേ ആരോടും അങ്ങനെ പ്രത്യേകിച്ചൊരു താല്പര്യക്കുറവൊന്നുമില്ല. സുധീഷ്, പഴയ നമ്മുടെ കിണ്ടി, പിന്നെ പഴയ വിനീത്, എല്ലാവരുമായിട്ടും ഈവൻ രാജു ഇന്ദ്രനൊക്കെ ആയിട്ടാണെങ്കിൽ പോലും അവരെല്ലാവരുമായിട്ട് നല്ല അടുപ്പമാണ്. കാരണം 2-3 കൊല്ലം മുമ്പുള്ളൊരു ക്രിസ്മസ് സമയത്താണെന്ന് തോന്നുന്നു, ഞങ്ങൾ 3 കിങ്സ് എന്ന് പറഞ്ഞ പടം ചെയ്യുന്ന സമയത്ത്. അപ്പോൾ വീട്ടിലെല്ലാവരും കൂടെ ജസ്റ്റ് ഒന്ന് കൂടാൻ തീരുമാനിച്ചു. അപ്പോൾ ഇന്ദ്രനും ജയനും ഞാനുമാണ് സിനിമയിലുള്ളത്. വൈകിട്ട് രാത്രി എൻ്റെ വീട്ടിൽ കൂടാൻ തീരുമാനിച്ചു. അവരെല്ലാവരും വന്നു. അപ്പം ഇങ്ങനെ പറഞ്ഞു, രാജു ഇവിടെ ഉണ്ടോ? അറിയില്ല, അവനുണ്ടാവും, വിളിച്ചു. അപ്പം തന്നെ അവൻ വരികയും ചെയ്തു. മനസ്സിലായില്ല. അപ്പം അങ്ങനെ ഒരു പ്ലാൻ ചെയ്തിട്ടുള്ളൊരു കൂട്ടായ്മ അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. പിന്നെ ഈ ഇടയ്ക്ക് മദ്രാസിൽ ഒരു ഫംഗ്ഷന് പോയപ്പം ഞാനും നമ്മുടെ യേശുദാസ്, വിജയുടെ വീട്ടിൽ ഞാൻ ചുമ്മാ പോയിരിക്കുക. അപ്പം നരേനും ഫാമിലി ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും അവർ അടുത്താണ് താമസിക്കുന്നത്. ഞാനും ഫാമിലി, നരേൻ ഫാമിലി, വിജു ഫാമിലി, ഞങ്ങളെല്ലാവരും വിജയുടെ ഫ്ലാറ്റിൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. രാത്രി വൈകിട്ടൊരു 6 മണി തൊട്ട് തുടങ്ങിയ സദസ്സായിരുന്നു. ഇത് തമാശകളും അതും ഇതൊക്കെ പറഞ്ഞൊരു രാത്രി 12 മണി വരെ ഇരുന്നു. 12:30 ആയപ്പം ദുൽഖറും വൈഫും കയറി വന്നു. പിന്നെ അവരുമായിട്ട് കുറേ നേരം ഇരുന്നു. എല്ലാം കഴിഞ്ഞിട്ട് എനിക്ക് 2:30-3 മണിയായി പിരിഞ്ഞപ്പം. പിറ്റേ ദിവസം ഒരു ഉച്ച കഴിഞ്ഞിട്ടൊക്കെ ആയപ്പം ഒരു കോള്, എനിക്ക് മമ്മൂക്കയുടെ കോളാണ്. ഇന്നലെ എങ്ങനെ ഉണ്ടായിരുന്നു പരിപാടികളെന്നൊക്കെ ചോദിച്ചിട്ട്. അതെനിക്ക് ഭയങ്കരമായിട്ടൊരു എന്തൊരു രസം തോന്നി. കാരണം മകൻ്റെ വളർച്ചയും കാര്യങ്ങളും എല്ലാം വളരെ ശ്രദ്ധയോടെയും അഭിമാനത്തോടെയും സ്നേഹത്തോടെയും നോക്കി കാണുന്നൊരു അച്ഛൻ്റെ ഒരു മനസ്സ് തീർച്ചയായിട്ടും കാണാൻ സാധിക്കും. മമ്മൂക്കയെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് എന്തൊക്കെ നന്നാക്കണം എന്നതിനെപ്പറ്റി വളരെ വ്യക്തമായിട്ട് നമ്മളെക്കാൾ നന്നായിട്ട് മനസ്സിലാക്കുന്ന വ്യക്തിയാണ് മമ്മൂക്ക. അപ്പം അമ്മയുടെ ഫംഗ്ഷൻസിനൊക്കെ ഇടയ്ക്ക് കാണുമ്പോൾ എൻ്റെ വയറൊക്കെ കുറയ്ക്കാൻ സമയം കേട്ടോ. അപ്പോൾ കഴുത്തിൻ്റെ പുറത്തേക്ക് പിടിച്ചിട്ട് നിൻ്റെ വണ്ണം കുറച്ച് കൂടുന്നുണ്ട് കേട്ടോ, കുറയ്ക്കണം, ഇരട്ടത്താടി ഇത്ര വേണ്ട. അപ്പോൾ അതൊക്കെ വളരെ രസകരമായിട്ട് തോന്നും. ലാലേട്ടനാണെങ്കിൽ ഈ പറഞ്ഞ നമ്മളായിട്ട് ഭയങ്കര ഫ്രീ ആണ്, ഓരോ കാര്യങ്ങളും സംസാരിക്കാനും കൂടാനും. അപ്പോൾ അതൊക്കെ എനിക്ക് തോന്നുന്നു അങ്ങനത്തെ ഒരു ജനറേഷൻ ഗ്യാപ്പുകൾ ഇല്ലാത്തൊരു സൗഹൃദം മലയാള സിനിമയിലുണ്ട്. അത് പ്രൊഫഷണൽ രീതി വരുമ്പോൾ പ്രൊഫഷണലി ചിലപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും കോമ്പറ്റീഷൻ ഉണ്ടാകും. പക്ഷെ അത് നല്ലതാണ്, അത് വളരെ നല്ലതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഇപ്പം ഈ പറയുന്ന പോലെ പുതിയൊരു ബ്രീഡ് ഓഫ് ആക്ടേഴ്സ് വരുമ്പോൾ അവർ മുമ്പ് ഞങ്ങൾ ചെയ്യാൻ മടിച്ചിരുന്ന പല ക്യാരക്ടേഴ്സും ചെയ്യുന്നു, പല നോവലായിട്ടുള്ള അല്ലെങ്കിൽ ഡെയറിങ് ആയിട്ടുള്ള തീമുകളുള്ള സിനിമകൾ ചെയ്യുന്നു. അപ്പോൾ അതൊക്കെ എനിക്ക് കണ്ടുപിടിക്കേണ്ട കാര്യങ്ങളാണ്. ഞാൻ അവരിൽ നിന്ന് പഠിക്കേണ്ട കാര്യങ്ങളുണ്ട്, തിരിച്ചുമുണ്ട്. അപ്പം ഞാൻ പക്ഷേ കൂടുതലും അവരിൽ നിന്നും എന്തൊക്കെയാണ് ഞാൻ പഠിക്കേണ്ടത്, ഞാൻ എന്നിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണമെന്ന് ഞാൻ അവരിൽ നിന്ന് കണ്ടുപിടിക്കുന്നു. അല്ല, ഞാൻ പറഞ്ഞത് രണ്ടുമുണ്ട്, 2 രീതികളും വേണമെന്ന് പറഞ്ഞു. ആഹാ, കൺഫ്യൂഷൻ തീർക്കണമെന്നാണോ? പ്രേമപ്പെട്ടോ തൊട്ടപ്പോഴേ ഇഷ്ടത്തോടെ മുട്ടിട്ടെന്നിൽ ശൃംഗാരം, ഓ ശൃംഗാരമോടെ ആടി പുരികങ്ങൾ നല്ലഴകിൽ, മന്ദാരമാരോ ചൂടി ഹൃദയത്തിൻ ചില്ലകളിൽ, നിൻ ചില്ലകൾ തണലല്ലേ അല്ലേ, ഒറ്റത്തുമ്പി നെറ്റിത്താളിൽ നീ തൊട്ടല്ലോ പ്രേമപ്പൂവിൻ സിന്ദൂരം, പ്രേമപ്പെട്ടോ തൊട്ടപ്പോഴേ ഇഷ്ടത്തോടെ മുട്ടിട്ടെന്നിൽ ശൃംഗാരം. പെട്ടെന്ന് ആലപ്പുഴയ്ക്ക് പോയില്ലേ? അല്ല, ഞാൻ പെട്ടെന്ന് ആലോചിച്ചതെന്ന് വെച്ചാൽ നമിതയായിരുന്നു ഇതിൽ നായികയായിട്ട് അഭിനയിച്ചത്. അപ്പം പ്രേമ പൊട്ടോ എന്നാണ് പാടേണ്ടത്. പുള്ളിക്കാരി മിക്കവാറും പ്രേമ പൊട്ടാ എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഞാൻ പറഞ്ഞു, ഹലോ മാഡം, പറയുന്ന വാക്കുകൾ വളരെയധികം മനസ്സിലാക്കി സൂക്ഷിച്ച്. ആലപ്പുഴ എനിക്ക് തോന്നുന്നു, ഞാൻ ആലപ്പുഴ ഏറ്റവും ഭംഗിയായിട്ട് കണ്ടത് പുള്ളിപ്പുലികൾ മാറ്റിൻകുട്ടിയുടെ ഷൂട്ടിങ്ങിനിടയ്ക്കാണ്. ഞാൻ ആലപ്പുഴക്കാരനായിട്ട് പോലും ഞാൻ ഇതുവരെ ചെന്ന് പെടാത്ത സ്ഥലങ്ങളിൽ ചെല്ലാൻ പറ്റി. പല എന്താ പറയുക, നമ്മൾ ജീവിതത്തിൽ പോലും കാണാൻ
പറ്റുമെന്ന് വിചാരിക്കാത്ത വിഷ്വൽസ് കാണാൻ സാധിച്ചു. ചാക്കോച്ചന് ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ള ക്രിസ്ത്യൻ ക്യാരക്ടേഴ്സ് അല്ലേ? കൂടുതലും ഞാനങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല. famous ആയിട്ടുള്ളത്. ആണ് കൂടുതൽ പേര് എബി അല്ലേ? കൂടുതലും പേരുകൾ എബി. പിന്നെ ആ എബിടാന്നുള്ള വിളിയൊന്നും പെൺപിള്ളേരൊന്നും മറക്കില്ല. നിറം പക്ഷെ ആദ്യം സുധിയാണ് ഏറ്റവും കൂടുതൽ പോപ്പുലർ ആക്കിയിട്ടുള്ളത്. അനിയത്തി പ്രാവലെ സുധി എന്ന് പറയുന്ന പേര്. പിന്നെ ഈ പറയുന്നത് എബി ഉണ്ട്. പക്ഷേ എൽസമ്മയിലെ പാലുണ്ണി ഹിന്ദു ക്യാരക്ടറാണ്. ആടു ഗോപൻ ഹിന്ദു ക്യാരക്ടറാണ്. ഇനിയിപ്പോ എന്താ ക്രിസ്മസ് പ്ലാൻ എന്താ? ഭാര്യയും ഭർത്താവും കൂടി മിക്കവാറും ആലപ്പുഴ വീട്ടിൽ കൂടാനായിട്ടാണ് സാധ്യതയുള്ളത്. പിന്നെ ഈ പറയുന്ന പോലെ സിനിമയുടെ കാര്യമാണ്. ഈ പറയുന്ന ഡേറ്റുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നീണ്ടു പോവുകയാണെങ്കിൽ ചിലപ്പോൾ ലൊക്കേഷനിലാവും. ടൂറൊക്കെ ഉണ്ടാവാറില്ല നിങ്ങൾ? തീർച്ചയായിട്ടും ഉണ്ടാവാറ്. ഈ ഇടയ്ക്ക് ഇപ്പം വിശുദ്ധൻ്റെ ഷൂട്ടിങ്ങിൻ്റെ സമയത്ത് ശരിക്കും വിശുദ്ധൻ 35 ഡേയ്സ് എന്ന് പറഞ്ഞാണ് ചാർട്ട് ചെയ്ത് തുടങ്ങിയത്. അപ്പോൾ ഞാനും പ്രിയയും ദുബായിൽ ഒരു കാര്യത്തിന് ആവശ്യത്തിന് വേണ്ടി പോകാൻ വേണ്ടി ടിക്കറ്റുകളൊക്കെ ബുക്ക് ചെയ്തു. ഇപ്പോൾ 1-ാം തീയതിയാണെന്ന് വെച്ചോ, അങ്ങനെ ബുക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഷൂട്ടിംഗ് ഇങ്ങനെ പോസ്റ്റ്പോൺ ചെയ്ത് വരിക. അപ്പോൾ ഞാൻ പ്രിയോട് പറഞ്ഞൊരു കാര്യം ചെയ്യും, നീ അങ്ങോട്ട് പോയിക്കോ, ഞാനൊരു സെക്കൻഡ് ഡേ ഞാൻ അവിടെ ജോയിൻ ചെയ്തോളാം എന്ന് പറഞ്ഞു. പുള്ളിക്കാരി 1-ാം തീയതി പോയി, 10-ാം തീയതി തിരിച്ചു വന്നു. അപ്പോഴും ഞാനിവിടെ തന്നെ വിശുദ്ധൻ്റെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ആ കേട് തീർക്കാൻ ഇപ്രാവശ്യം എവിടെയെങ്കിലും പോകണം. ക്രിസ്മസ് സ്പെഷ്യൽ ക്രിസ്മസ് കഴിഞ്ഞിട്ട് എവിടെയെങ്കിലും. എവിടെയാ പ്ലാൻ ചെയ്തിരിക്കുന്നത്? അങ്ങനെ ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല. അപ്പം തോന്നുന്നത് എന്താണോ അങ്ങനെ ചെയ്യാന്നുള്ളത്. അങ്ങനെ മുൻകൂട്ടി പ്ലാൻ ചെയ്തിട്ട് അങ്ങനെ ഒരു വലിയ എക്സ്പെക്റ്റേഷനോടെ പോകുന്ന കാര്യമില്ല. അപ്പം തോന്നുന്നത് അതിലെ ഏറ്റവും നല്ല മൊമെന്റ്സ് എൻജോയ് ചെയ്യുന്നതേ ഉള്ളൂ. ഞാൻ വേറൊരു കാര്യം കൂടി അറിഞ്ഞു കേട്ടോ. അത് പ്രേക്ഷകർ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്, പല ഭർത്താക്കന്മാരും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. എന്താ വെച്ചാൽ ഒരു ദിവസം ദുബായിൽ വെച്ചിട്ട് പ്രിയ ഒരു സൽവാർ സെലക്ട് ചെയ്തു. എന്നിട്ട് അവസാനം മനസ്സിലായെന്ന് തോന്നുന്നു. അവസാനം അത് വില കൂടുതലാ, വേണ്ട എന്ന് പറഞ്ഞ് ആള് തിരിച്ച് നാട്ടിലെത്തി. ചാക്കച്ചനോട് അത് അവിടുത്തെ ഫ്രണ്ട്സ് പറഞ്ഞു. പ്രിയ അത് ഇഷ്ടപ്പെട്ടിട്ട് ഒരുപാട് ഇഷ്ടപ്പെട്ടു, പിന്നെ വില കൂടുതലാന്ന് പറഞ്ഞ് വേണ്ടെന്ന് പറഞ്ഞ് പോന്നു. ചാക്കോച്ചൻ അവിടെ നിന്ന് അത് എത്തിച്ചു കൊടുത്തു. ഏത് ഭർത്താവ് ചെയ്യും ഇത്? ഒരുപാട് ഭർത്താക്കന്മാർ ചെയ്യും. ഇല്ലെന്നേ ആണല്ലേ? പ്രദീപിന്റെ നമ്പർ എത്രയൊന്നും തരണേ എനിക്ക്. അല്ല, ഇത് ഞങ്ങൾ പറഞ്ഞിട്ടേ. അപ്പൊ വേറെ ഏറ്റവും വലിയ കോമഡി എന്ന് വെച്ചാൽ റീമി ഉണ്ടായിരുന്നു ആ സമയത്ത്. അപ്പൊ റീമിയുടെ സിസ്റ്റർ പറയാണ്, ചേച്ചി എങ്ങനെയാണ് അവിടെ നിന്ന് എടുത്തോണ്ട് വന്നെങ്കിൽ ഇവിടെ നിന്ന് സ്ട്രോയിസായിട്ടും തിരിച്ചങ്ങോട്ട് ഒരു ക്രിസ്മസ് പാട്ടിൽ നിർത്തിയാലോ? ഒരു ക്രിസ്മസ് പാട്ട് നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് ചാക്കോച്ചനെ നിങ്ങൾ ഒരുമിച്ച് പാടും, ഞാൻ നിങ്ങളുടെ കൂടെ ഒരുമിച്ച് കേൾക്കാം. ദേവദൂതർ പാടി സ്നേഹദൂതർ പാടി ഈ ഒലീവിൻ പൂക്കൾ ചൂടിയാടും നിലാവിൽ. ദേവദൂതർ പാടി സ്നേഹദൂതർ പാടി ഈ ഒലീവിൻ പൂക്കൾ ചൂടിയാടും നിലാവിൽ. അന്നു നിന്റെ പാട്ടു കേട്ട് കൂട്ടുതേടിയാറ്, ഇന്നു നിന്റെ വീണയിൽ പാണികളെ തൊട്ടു ആടുവയ്ക്കാൻ കൂടി വരാം, പൈക്കളുമായി പാടി വരാം, കാതിലാരു ചൊല്ലി. ദേവദൂതർ പാടി സ്നേഹദൂതർ പാടി ഈ ഒലീവിൻ പൂക്കൾ ചൂടിയാടും നിലാവിൽ. കൈരളി ചാനൽ ചേർക്കും ഉണ്ണിയേശുവിൻ്റെ ജനനത്തിൻ്റെ ക്രിസ്മസിൻ്റെ എല്ലാവിധ നന്മകളും നേരുന്നു. ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ.